ക്രിസ്മസ് രസക്കൂട്ടിന്റെ മറ്റൊരു രസക്കാഴ്ചയിലേക്ക് ക്രിസ്മസ് സ്പെഷ്യൽ രസക്കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ വെള്ളയപ്പവും ബീഫ് കറിയുമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ബീഫ് കറിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ട്. ബീഫ് ഇന്നലെ ഉപ്പി പറ്റിച്ച് വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ അന്ന് കുറച്ചെടുത്താണ് ഇപ്പോൾ വെള്ളയപ്പത്തിന് എടുക്കുന്നത്. അതുകൊണ്ട് വെള്ളയപ്പത്തിനുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെള്ളയപ്പം കഴിക്കാം. അപ്പോൾ കൂട്ടുകാരൻ, നമ്മുടെ ക്രിസ്മസിന്റെ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയപ്പവും അടിപൊളി ബീഫ് കറിയുമാണ്. അതുകൊണ്ട് വാവ്, സൂപ്പർ ബീഫ് കറി, ചാറോട് കൂടിയുള്ള ബീഫ് കറിയാണ് നമ്മൾ റെഡിയാക്കി വെള്ളയപ്പം കഴിക്കാൻ വേണ്ടി. അപ്പം ചാറിൽ മുക്കിയിട്ട് ഒരു കഷ്ണം ബീഫ് കറിയും എടുത്ത്, നല്ല ചൂടാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് ഇതാണ്. ഇനി ഉച്ചക്കാലത്തെ വിഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ഉച്ചക്കലത്തെ വിഭവങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഉച്ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വറുത്തരച്ച നല്ല അടിപൊളി ബീഫ് കറി. ആഹാ, റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്താണല്ലേ കിലിക്കാച്ചി സാധനം. ഒന്ന് കോരി കാണിച്ചു ചെയ്യാം മാളൂസേ. കോരുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്തോരം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ തേങ്ങ വറുത്തരച്ച ബീഫ് കറിയാണ്. അപ്പോൾ തൊട്ടിപ്പുറത്ത് ഇതിൽ നമ്മുടെ പിള്ളേർക്ക് ചിക്കൻ വറുത്ത് വേണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലേ, 2 ദിവസം വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്തതും തേങ്ങ വറുത്തരച്ച ബീഫ് കറിയുമാണ് നമ്മളുടെ ക്രിസ്മസ് സ്പെഷ്യൽ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം റെഡിയായി കഴിഞ്ഞു. ആഘോഷത്തിനുള്ളത് വൈൻ, കേക്ക്, കച്ചമ്പർ, ബീഫ്, എന്ത് ചെയ്താണ് വറുത്തരച്ചത്, ചിക്കൻ വറുത്തത്. അപ്പൊ അത്രയേ ഉള്ളു വിഭവം. ഒരുപാട് വിഭവമൊന്നുമില്ല. താറാവ് അങ്ങനത്തെ പോർക്ക് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ അത്രയും സംഭവങ്ങളുണ്ട്. കഴിഞ്ഞല്ലോ അപ്പൊ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്ന. അപ്പൊ ഇന്ന് അത്രേ ഉള്ളു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് 2 ദിവസം നാളെ കഴിഞ്ഞ് മറ്റൊന്ന് ആശുപത്രിയിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം സംഭവങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പൊ മോള് കഴിച്ചു തുടങ്ങിക്കോ. അപ്പോൾ ഇതേ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ റെഡി ആയിട്ടിരിക്കണേണ്. അമ്മനെ കാണിക്കണ്ടെന്നാണ് പറഞ്ഞ അമ്മ ഫുഡ് കഴിക്കാൻ. നല്ല അടിപ്പം ബീഫ് കറി ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തേൻ പോലെ ഇരിക്കുന്നുണ്ട് ബീഫ് കറി. അപ്പോൾ ബീഫ് കറി ഉണ്ട്. ഇതേ കച്ചമ്പർ ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സാധനമാണ്. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വൈനൊക്കെ നേരത്തെ എടുത്ത് കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഗ്ലാസ്സിൽ പകുതിയുള്ളു. ഇവന്മാർ വൈനെടുത്ത് നേരത്തെ കുടിച്ചാണ്. അപ്പച്ചനുണ്ടാക്കി തന്നതാണ്. നമ്മൾ വീട്ടിൽ ഒരു 1/2 കിലോ മുന്തിരി മേടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അടിപൊളി സംഭവങ്ങളാണ്. വേട്ടെ വേഗം കഴിച്ചു. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ആ ബീഫ് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കും, എന്നാലല്ലേ. അപ്പോൾ മാളൂസെ ബീഫ് കറി എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞ. ബീഫ് കറി ഞാൻ വെച്ചു കൊടുത്ത സ്പെഷ്യൽ ഐറ്റമാണ്. അല്ല, നീ തന്നെ വെച്ചാണ്. അപ്പൊ ബീഫ് കറി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എടാ, ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ വറുത്ത എങ്ങനെയുണ്ട്? ചിക്കൻ വറുത്ത് തിന്നിട്ട് എന്നാണോ? ചിക്കൻ വറുത്ത് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ചിക്കൻ വറുത്ത് ഒന്ന് കടിച്ചു കാണിച്ചു കൊടുത്തേ. എങ്ങനെയുണ്ടത്? വാവ്, അടിപൊളി, സൂപ്പർ സാധനം, അടിപൊളി സാധനം. അപ്പൊ ഹാപ്പി ക്രിസ്മസ് പറ. സലാഡ് ഇങ്ങനെ കുഴക്കാം, ഇങ്ങനെ എടുക്കാം. അടിപൊളി, സൂപ്പർ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കേ, അപ്പൊ ഹാപ്പി ക്രിസ്മസ്. അമ്മയുടെ ഹാപ്പി ക്രിസ്മസ് കിട്ടിയില്ല. ഓക്കെ, അടിപൊളി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് നമ്മൾ കൂടുതൽ രസകരമായിട്ടുള്ള ഐറ്റം വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ